പെരിയ ഇരട്ടക്കൊലക്കേസിലെ CBI കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ഒരുങ്ങി CPIM. KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കായി അപ്പീൽ നൽകുമെന്ന് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ പറഞ്ഞു. കോടതി വിധിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണനും വ്യക്തമാക്കി. പാർട്ടിക്ക് ഇതിൽ പങ്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. CBI ഇത് ബോധപൂർവം ഈ നേതാക്കളെ ഗൂഢാലോചന കേസിൽ ഉൾപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി ഈ കാര്യത്തിൽ ഗൗരവമായ പരിശോധന ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കോടതി കണ്ടെത്തിയിട്ടുണ്ടാവും, മേലെയും കോടതി ഉണ്ടല്ലോ. ഇതൊരു അന്തിമ വിധിയല്ല, അപ്പീൽ പോകും. കോടതി വിധി അംഗീകരിച്ചുകൊണ്ടുള്ള സമീപനമാണ് ആർക്കും പൊതുവെ സ്വീകരിക്കാൻ കഴിയും. നിയമവാഴ്ചയിൽ അത്തരമൊരു നിലപാട് സ്വീകരിച്ചേ പറ്റുള്ളൂ. ഈ കേസിൽ നിരപരാധികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ പരിശോധിച്ച് നിയമ നടപടി സ്വീകരിക്കാനേ സാധിക്കുള്ളൂ. CPM ആസൂത്രണം ചെയ്ത ഒരു കൊലയും കേരളത്തിലില്ല. TP ചന്ദ്രശേഖരൻ വധക്കേസിന് ശേഷം പെരിയ ഇരട്ടക്കൊലപാതകം പോലെ CPIMനെ പ്രതിസന്ധിയിലാക്കിയ മറ്റൊരു സംഭവമില്ല. CBI അന്വേഷണത്തെ എതിർത്ത് സർക്കാർ സുപ്രീം കോടതി വരെ പോയതും ലക്ഷങ്ങൾ ചെലവാക്കിയതും CPIMന് തലവേദന ഉണ്ടാക്കിയിരുന്നു. വിഷയം കോൺഗ്രസ് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സജീവ ചർച്ചയാക്കും എന്ന കാര്യം ഉറപ്പാണ്. R. ശ്രീജിത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, വലിയ രീതിയിൽ രാഷ്ട്രീയമായി വലിയ വിമർശനം CPIMന് കേൾക്കേണ്ടി വന്ന സംഭവ വികാസങ്ങൾ, വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടം, അതിൽ തന്നെ സർക്കാർ സ്വീകരിച്ച കോടതിയിൽ പോകാനൊക്കെയുള്ള, സുപ്രീം കോടതിയിൽ പോകാനൊക്കെയുള്ള തീരുമാനത്തിനെതിരെ ഉയർന്നു വന്ന വിമർശനങ്ങൾ, ഇപ്പോൾ വിധി വരുമ്പോൾ അതിൽ തന്നെ 6 പ്രധാനപ്പെട്ട നേതാക്കൾ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുന്ന സാഹചര്യം, അതിൽ തന്നെ ഉദുമ മുൻ MLA, ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിരുന്ന നേതാവൊക്കെ ഈ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുന്ന സാഹചര്യം, അതിൽ CPIMനൊരു രാഷ്ട്രീയ പ്രതിരോധം എങ്ങനെ സാധ്യമാകും ശ്രീജിത്ത്? റിജിത്ത്, രാഷ്ട്രീയ പ്രതിരോധം സാധ്യമാകുന്ന നിലയിലല്ല ഇപ്പോൾ CBI പ്രത്യേക കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. അതായത് 14 പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ടെത്തുമ്പോൾ അതിൽ നേരത്തെ റിജിത്ത് സൂചിപ്പിച്ച പോലെ ഉദുമയിലെ മുൻ MLAയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KV കുഞ്ഞിരാമൻ അടക്കമുള്ള ആളുകളെയാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ കൊലപാതക കുറ്റം മാത്രമല്ല, ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കലും പ്രതികളെ രക്ഷപ്പെടുത്താൻ സഹായിക്കൽ അടക്കമുള്ള കുറ്റങ്ങളാണ് ഇവർക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഇപ്പോൾ കുറ്റക്കാരെന്ന് കോടതി ശിക്ഷിച്ച് കണ്ടെത്തിയിരിക്കുന്ന എല്ലാ പ്രതികൾക്കും പാർട്ടിയുമായി അഭേദ്യമായ ബന്ധമുണ്ട് എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ പാർട്ടിയുടെ നേതാക്കൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു ശിക്ഷാവിധിയായിരുന്നു, ഒരു കൊലപാതകമായിരുന്നു കൃപേഷിന്റെയും ശരത് ലാലിന്റെയും എന്ന ആരോപണമാണ് കോടതിയിൽ നിന്ന് തന്നെ തെളിയുന്നത്. അതുകൊണ്ട് തന്നെ CPIMന് രാഷ്ട്രീയമായി ഇതിനെ പ്രതിരോധിക്കാൻ വലിയ പ്രയാസമായിരിക്കും. CPIMന്റെ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട നേതാവാണ് KV കുഞ്ഞിരാമൻ. അപ്പോൾ ആ ഘട്ടത്തിലാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ അദ്ദേഹത്തെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ശിക്ഷ ലഭിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ആ കാര്യത്തിൽ മേൽ കോടതികളെ സമീപിക്കുമെന്ന കാര്യം ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും വ്യക്തമാക്കുന്നത്. എന്തായാലും CPIMന് പ്രതിരോധിക്കാൻ കഴിയുന്ന കാര്യമല്ല. TP ചന്ദ്രശേഖരൻ വധക്കേസിലും മട്ടന്നൂർ ഷുഹൈബ് വധക്കേസിനും ശേഷം CPIMനെ ഏറ്റവും അധികം പിടിച്ചുകുലുക്കിയ ഒരു കൊലപാതകമാണ് ഈ പെരിയ ഇരട്ടക്കൊലപാതകം. അതിന്റെ അലയൊലികൾ ഇനിയും നിൽക്കും. 2019 തെരഞ്ഞെടുപ്പ് വർഷത്തിലാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പിലാണ് ഈ കൊലപാതകം നടന്നത്. അത് കാസർഗോഡ് മണ്ഡലം നഷ്ടപ്പെടുന്നതിലേക്ക് LDFനെ എത്തിച്ചു. ഇപ്പോൾ വീണ്ടും LDFന് ആ മണ്ഡലം നഷ്ടപ്പെട്ടിരിക്കുന്നു. മറ്റൊരു തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഈ പെരിയ ഇരട്ടക്കൊലക്കേസിന് വിധി വന്നിരിക്കുന്നത്. അക്രമ രാഷ്ട്രീയത്തെ പറ്റിയുള്ള ചർച്ചകൾക്ക് ഇത് വഴിവെക്കുന്ന കാര്യവും ഉറപ്പാണ്. ശരി, R. ശ്രീജിത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.